അറിയാതെ ഇങ്ങോട്ട് ചേച്ചി ഇങ്ങോട്ട് ചുവന്ന ഷർട്ട് ചുവന്ന ഇങ്ങോട്ട് വരില്ല ഇങ്ങോട്ട് വരില്ല ചേച്ചി കണ്ണട ചേച്ചി ഇങ്ങോട്ട് ചേച്ചിയുടെ തല ചേച്ചി പോലെ പുഷ്പാർച്ചന കൂടെ നടത്തിയിട്ട് അധ്യക്ഷൻ പ്രഫുൽജിയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ കമ്മിറ്റിയോട് തൊട്ടടുത്ത് തന്നെ ഇത്രയും മനോഹരവും സൗകര്യവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഗ്രൗണ്ട് വർക്ക് കേരളത്തിലുടനീളം ഈ ദേശീയ ജനാധിപത്യ സഖ്യം ഏതാണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ നമ്മളാൽ സാധിക്കാവുന്ന നമുക്കറിയാം 100% എന്ന് പറഞ്ഞാൽ അത് ലേശം എന്താ പറയുക കുറച്ച് അതിശോക്തിയായിരിക്കും. എന്നാൽ സാധിക്കാവുന്ന എല്ലാ ബൂത്തുകളിലും കമ്മിറ്റികൾ നമ്മൾ ആക്കി കഴിഞ്ഞു. ഇനി അല്ലറ ചില്ലറ കമ്മിറ്റികൾ വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ളത് നമ്മൾ രൂപീകരിക്കും. ഏതാണ്ട് എല്ലാ ശക്തി കേന്ദ്രങ്ങൾക്കും ഇൻചാർജുമാർ ആയി കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ഞായറാഴ്ച നടന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് അത് സർവകാല റെക്കോർഡാണ്. അത് കൂട്ടായി നമ്മൾ ശ്രമിച്ചതും അത് സരള ആപ്പിൽ അപ്ലോഡ് ചെയ്തതും സർവകാല റെക്കോർഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതാണ്ട് 140 നിയോജക മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്നും നാളെയുമായി ഏതാണ്ട് എല്ലാ സ്ഥലത്തും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ അത് നമ്മൾ ഉദ്ഘാടനം കഴിയുകയാണ്. പല സ്ഥലത്തും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ വളരെ വിശാലമായ രീതിയിൽ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പോലുള്ള വിശാലമായ പുതിയ ബിൽഡിങ്ങുകളാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയുള്ള സംവിധാനങ്ങളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ട എല്ലാ അടിസ്ഥാന പ്രവർത്തനങ്ങളും നമ്മൾ ഏതാണ്ട് അതിന്റെ 70-80% നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒന്ന്, സർക്കാർ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവര് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. ആ സംവിധാനം ജനങ്ങളിടയിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിഭീകരമായ ഒരു പരാജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷ സംവിധാനം എന്ന് പറയുന്ന UDF ആവട്ടെ, അത് പഴയ UDF അല്ല. ഞാനിത് പറയാൻ കാരണം 1980-കളിൽ നമ്മൾ ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് നമ്മൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടു.
ചില തെരഞ്ഞെടുപ്പുകളൊക്കെ UDF ജയിച്ചതാണ്, തെരഞ്ഞെടുപ്പുകളൊക്കെ LDF ജയിച്ചതാണ്. 91-ലും 2001-ലും 2011-ലും ഒക്കെ നമ്മൾ ഈ ഇലക്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന് എന്താണ്. കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത കോൺഗ്രസാണ്. 12 വർഷമായി കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത കോൺഗ്രസാണ്. കോൺഗ്രസിന് എന്ന് പറയുന്നത് മരത്തിൽ ചുറ്റിയ വള്ളി പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം. കേന്ദ്രത്തിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ, കേന്ദ്രത്തിൽ ഒരു ശക്തമായ നേതൃത്വം ഉണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി വളർന്നു വരുന്ന അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുന്ന അധികാരത്തിൽ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 12 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലില്ല. അടുത്ത 12 വർഷത്തേക്ക് അധികാരം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ആ പാർട്ടി തന്നെ ആർക്കുമില്ല. വലിയ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. മാത്രവുമല്ല, ഇന്ത്യയിൽ ഒരു കാലത്ത് കോൺഗ്രസ് മാത്രമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് കോൺഗ്രസ് അധികാരത്തിന്റെ 4 പോലും എത്താൻ പറ്റാത്ത രീതിയിൽ അകന്നുപോയിരിക്കുകയാണ്. ഇപ്പോ 4-1-5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ 4-1-5 സംസ്ഥാനം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ പശ്ചിമ ബംഗാൾ, അവിടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് പ്രതിപക്ഷ പാർട്ടി. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനം, ഈ 5 ഏറ്റവും കൂടുതൽ ആളുകൾ ജയിപ്പിക്കുന്ന MLA-മാരുള്ള സംസ്ഥാനം ബംഗാളാണ്. അവിടെ BJP ആണ് പ്രതിപക്ഷ പാർട്ടി. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. കോൺഗ്രസ് ഒരു പൂജ്യമായി മാറിയിരിക്കും, വലിയ പൂജ്യമായി. ജില്ലാ അധ്യക്ഷൻ വ്യാസനത്തിൽ ഇപ്പോൾ നടത്തി വരുന്നത് തിരുവനന്തപുരം ആരാണെന്ന് ചോദിച്ചാൽ